നമസ്കാരം. തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ ചേലക്കരയായിരുന്നല്ലോ എല്ലാവരും ഉറ്റുനോക്കിയ ഒരു മണ്ഡലം. ആ നിയമസഭാ മണ്ഡലത്തിൽ ജനം എങ്ങനെ വിധി എഴുതും, ആ വിധിയാകും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ പ്രതിഫലിക്കുക എന്ന് നന്നായി തന്നെ നമുക്കൊക്കെ അറിയാം. രമ്യ ഹരിദാസിനെ ഇറക്കി, അതുപോലെ തന്നെ അൻവർ സുധീറിനെ ഇറക്കി. അവിടെ LDFന്റെ ആ ഒരു വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാക്കിക്കൊണ്ട് ആ മണ്ഡലം പിടിച്ചടക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയെങ്കിലും ജനങ്ങൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഇനിയും ഭരിക്കട്ടെ, വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും LDF തന്നെ തുടരട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ ഈ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിലൂടെ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന് മാത്രമല്ല കേട്ടോ തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഇല്ലാതായി പോയൊരു നേതാവുണ്ട്, PV അൻവർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ തകർക്കാൻ വേണ്ടി, മുച്ചൂടും തകർക്കാൻ വേണ്ടി പ്രതിപക്ഷത്തിന്റെ കോടാലിയായി, സംഘികളുടെ കോടാലിയായി എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇദ്ദേഹം നടത്തിയത്. പാർട്ടിക്കെതിരെ, സർക്കാരിനെതിരെ ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് 3 നേരവും 4 നേരവും ഒക്കെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് PV അൻവർ നടത്തിയ മുഴുവൻ പ്രഹസനങ്ങളും ജനങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്, ജനങ്ങൾ എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടെ DMKയുടെ സ്ഥാനാർത്ഥി സുധീറിന് കിട്ടിയ വോട്ട്. 1000 പോലും ഏകദേശം എത്തിയിട്ടില്ല ഈ നേരം കൊണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. PV അൻവറിന്റെ ചെലക്കൽ മുഴുവൻ ജനങ്ങൾ സത്യത്തിൽ എങ്ങനെയാണ് കണ്ടത് എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഈ ഒരു വിധിയിലൂടെ ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അൻവറിനെ അവിടെ കാണാൻ പോലുമില്ല. റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം അത്ര 10, 16,000, 20,000 വോട്ട് ഞങ്ങൾ പിടിക്കും എന്നൊക്കെയാണ് DMK അവകാശപ്പെട്ടിരുന്നത്, അതായത് അൻവർ അവകാശപ്പെട്ടിരുന്നത്. സുധീർ പിടിക്കാൻ പോകുന്ന വോട്ടുകൾ ഏത് സഖാവ് UR പ്രദീപിന്റെ ആണെന്ന്. എന്നിട്ട് അവിടെ രമ്യ ഹരിദാസ് ജയിച്ചു അൻവറെ, അവിടെ UR പ്രദീപ് തന്നെ ജയിച്ചിരിക്കുന്നു. ആ ചേലക്കര ചെങ്കോട്ടയാക്കി തന്നെ നിലനിർത്തിയിരിക്കുന്നു. ചേലക്കരയിലെ ജനങ്ങൾ ചെങ്കൊടി അങ്ങ് വാനത്തിൽ ഉയർത്തി കെട്ടിയിരിക്കുന്നു. എന്നിട്ട് എന്താണ് അൻവറിനോടും സതീഷിനോടും ഒക്കെ പറയുന്നതെന്ന് അറിയാമോ? ഇമാതിരി വിത്ത് ഇവിടെ വിതയ്ക്കണ്ട എന്ന് തന്നെയാണ്. അപ്പൊ അൻവറിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചു കീറുകയാണ് ജനങ്ങൾ. എവിടെ പോയി അമ്പർക്കാന്നാണ് ചോദിക്കുന്നത്. ചില രസകരമായിട്ടുള്ള കമന്റുകളൊക്കെ ഞാൻ വായിക്കാൻ കേട്ടോ. ഇങ്ങനെയാണ് ജനങ്ങളുടെ പ്രതികരണം. മച്ചാനെ നീ എവിടെ, ഒരു വിവരമില്ലല്ലോ എന്ന് അൻവറിനോട് ചോദിക്കുകയാണ് ഒരു അജിൻ. അതുപോലെ തന്നെ ഒരു തസ്ലിം ചോദിക്കുന്നു, അമ്പറിക്ക ഇനി അൻമൂഞ്ചിക്ക എന്നറിയപ്പെടും. സത്യമാണ് കേട്ടോ, ഒരു വല്ലാത്ത അവസ്ഥ തന്നെ. മറ്റത് ഇങ്ങനെയാണ്, നാറി നിനക്കിപ്പോ നാവില്ലേ എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ ഒരു പ്രസാദ് ചോദിക്കുന്നു, ചേലക്കര DMK പിടിച്ചു, നിങ്ങൾ അറിഞ്ഞില്ലേ അൻവർക്ക എന്ന്. ഒരു ആക്ഷേപഹാസ്യത്തിലൂടെയുള്ള ഒരു ചോദ്യമാണ്. അതൊക്കെ ആ ചോദ്യങ്ങളൊക്കെ എന്തായാലും ഈ അൻവർ അർഹിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറെ ഒരു ഷുക്കൂർ ചോദിക്കുകയാണ്, DMK സ്ഥാനാർത്ഥി സുധീറിന്റെ വോട്ടുകൾ എണ്ണാതെ മാറ്റിവെച്ച ഇലക്ഷൻ കമ്മീഷനും മുഹമ്മദ് റിയാസിനുമെതിരെ 12 മണിക്ക് PV അൻവർ മാധ്യമങ്ങളെ കാണും. ടിജ് പൊളിറ്റിക്കൽ നെക്സസ് എന്ന് പറഞ്ഞ് അടിച്ചിരിക്കുകയാണ്. അല്ലെങ്കിലും മുഹമ്മദ് റിയാസിനെയും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനെയൊക്കെ ആയിരുന്നല്ലോ ടാർഗറ്റ് ചെയ്തിരുന്നത്. അവസാന ഘട്ടത്തിൽ ഒരു അറസ്റ്റ് നാടകം വരെ നമ്മുടെ ഈ PV അൻവർ നടത്തിയില്ലേ. ചേലക്കരയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പല ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. അത് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു വരുന്ന ഉദ്യോഗസ്ഥനെ വിലക്കുന്നു, അദ്ദേഹത്തെ അവിടെ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നെ മുഹമ്മദ് റിയാസൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ പല രീതിയിലുള്ള ഡയലോഗുകൾ അടിക്കുന്നു. ഇപ്പൊ എന്തായി? അടുത്ത ഒരു ആള് ചോദിക്കുകയാണ്, അനിൽ എന്ന് പറയുന്ന ആള് ചോദിക്കുകയാണ്, ചേലക്കരയിൽ DMKയുടെ വോട്ടുകൾ എണ്ണാതെ തടഞ്ഞു വെച്ചിരിക്കുന്നു, പിന്നിൽ P ശശിയും മുഹമ്മദ് റിയാസും. തെളിവുകൾ സഹിതം 3 മണിക്ക് അമ്പൂക്ക മാധ്യമങ്ങളെ കാണും. അൻവറിനെ അങ്ങ് മുച്ചൂടും അങ്ങ് ട്രോളിയുകയാണ്. അല്ലെങ്കിലും ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ. അവിടെ DMK സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടാത്തത് ആ വോട്ടുകൾ എണ്ണാത്തതുകൊണ്ടാണെന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് പിന്നിൽ P ശശിയാണെന്നും, അല്ലെങ്കിൽ അജിത് കുമാർ ആണെന്നും, അല്ലെങ്കിൽ അത് നമ്മുടെ റിയാസ് ആണെന്നും ഒക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും. ഒരു നാണം ഉളുപ്പില്ലാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ എഴുന്നള്ളിക്കുകയും എന്താണ് തെളിവെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് പോയി അന്വേഷിച്ചു നോക്കുന്നു വേണമെങ്കിൽ നമ്മുടെ ഈ നിലമ്പൂർ അമ്പർക്ക പറയാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് നിലമ്പൂർ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വാ വിട്ടുള്ള നിലവിളി കേട്ടിട്ടുണ്ടെങ്കിൽ ആ നിലവിളി നമ്മുടെ പുത്തൻ വീട്ടിൽ നിന്നായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അമ്പർക്ക മിക്കവാറും വായിൽ തുണി കയറ്റി വെച്ചായിരിക്കും കരയുക. അതുകൊണ്ട് ചിലപ്പോൾ സൗണ്ട് ഒരു പ്രത്യേക രീതിയിൽ വരാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത്. അടുത്ത കമന്റ് ഇങ്ങനെയാണ്, ഈ അവസരത്തിൽ സുഖമാണോ എന്ന് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, എന്നാലും ചോദിക്കുക, സുഖമാണോ അമ്പർക്ക എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കമന്റ് ഇങ്ങനെ, ചേലക്കരയിൽ കറുത്ത കുതിരയായി PV അൻവർ എന്ന്. മറ്റൊരു കണ്ണൂരുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, കെട്ടിവെച്ച കാശ് പോയതെന്ന്. രക്തസാക്ഷികൾ മുഴുവൻ എൻ്റെ കൂടെയുണ്ട് എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നത്. കണ്ണൂരുകാർ പോലും വലിച്ചൊട്ടിക്കുകയാണ്.
അൻവറെ പുന്നാര മോനെ നീ ജീവനോടെ ഉണ്ടോടാ, 8 നിലയിൽ പൊട്ടിയല്ലോടാ നിന്റെ സ്ഥാനാർത്ഥികൾ, ഉളുപ്പില്ലേടാ എന്ന് പ്രാസമൊക്കെ ഒപ്പിച്ച് ഒരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. അടുത്ത ആള് രക്കലച്ചേ ഇക്ക ചേലക്കര നമ്മൾ തിരിച്ചു പിടിച്ചു, അതായത് ചേലക്കര എന്നുള്ളത് തിരിച്ച് അവൻ എഴുതിയിട്ട് നമ്മൾ തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞേക്കാണ്. ഒരാൾ പറയുന്നു ഇക്ക ചേലക്കരയിൽ DMKയുടെ വോട്ട് എങ്ങനെയാണ്. അതുപോലെ തന്നെ ചേലക്കര അൻവറിനോട് പറഞ്ഞു ഇനി ചെലക്കണ്ട. അതുപോലെ തന്നെ ആ ചെലക്കേണ്ട എന്ന സാധനമാണ് കേട്ടോ മുഴുവൻ ഇതിൽ കൂടുതലും കിടക്കുന്നത്. നാളെ മുതൽ നീ ഇറങ്ങുമോ പിണറായിയും ശശിയും മരുമോനും എന്ന് പറഞ്ഞ് 3ാം ഇടതുപക്ഷ സർക്കാരിന് ഞങ്ങൾ ചേലക്കരയിൽ തുടക്കം കുറിച്ചു എന്നാണ് പറയുന്നത്. ഒരു കണക്കിന് ഈ PV അൻവർ ഈ പാർട്ടിയിൽ നിന്ന് ഈ പറയുന്നത് എന്താ പറയാ, പോയത് നന്നായി. പോയതല്ല, പുള്ളി ചവിട്ടി പുറത്താക്കി നന്നായി ഈ പാർട്ടി. വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെയുള്ള തുരപ്പന്മാരെയൊക്കെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ചേലക്കര മാത്രമല്ല വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് അധികാരം പോലും കിട്ടുമായിരുന്നില്ല. എന്തായാലും ആ കറക്റ്റ് സമയത്ത് തന്നെ ആ കീടത്തെ കണ്ടെത്തി, ആ കീടത്തെ പാർട്ടി പ്രതിരോധിച്ചിരിക്കുന്നു, സർക്കാർ പ്രതിരോധിച്ചിരിക്കുന്നു. അത് വലിയ വലിയ നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എത്രത്തോളം വ്യാജ വാർത്ത തുപ്പുമോ അത്രത്തോളം വ്യാജ വാർത്ത തുപ്പാൻ കഴിവുള്ള ഒരു PC ജോർജ് ആകാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിലമ്പൂർ MLA നമ്മുടെ ഈ PV അൻവർ എന്ന് നമ്മളെ കാണിച്ചു തന്നതാണ്. അങ്ങനെ ഒരു PCയെ എന്തായാലും ഈ പാർട്ടി ഒഴിവാക്കിയതോടുകൂടി തന്നെ എന്തായാലും ചേലക്കരയിൽ വലിയൊരു വിജയം ഉണ്ടായിരിക്കുന്നു. എന്തായാലും PV അൻവർ ഇങ്ങനെ കുറെ നട്ടാൽ കുറുക്കാത്ത കള്ളങ്ങൾ സർക്കാരിനെതിരെയും പാർട്ടിക്കെതിരെയും ഒക്കെ പറഞ്ഞത് നന്നായി കേട്ടോ. കാരണം അതുകൊണ്ടാണല്ലോ ആ വിഷയത്തിലൊക്കെ ഒരു അന്വേഷണം നടന്നത്. അങ്ങനെ ഒരു അന്വേഷണം നടന്നുകൊണ്ടാണല്ലോ ആ വിഷയങ്ങളിലൊക്കെ ഈ PV അൻവർ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ പച്ചക്കള്ളമാണെന്ന് പൊതുജനത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഈ സതീശനും സംഘവും ഇതുവരെ പറഞ്ഞു നടന്ന കാട്ട് കള്ളത്തരങ്ങളാണല്ലോ നമ്മുടെ PV അൻവർ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഒരു ഭരണകക്ഷി MLA അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചു. പിന്നെ എന്താണ്, അൻവർ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണം നടക്കുന്നു, സുതാര്യമായ അന്വേഷണം നടക്കുന്നു. അന്വേഷണത്തിനൊടുവിൽ അൻവർ പെരും കള്ളനാണ് എന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു കണക്കിന് നന്നായി. അതുകൊണ്ട് പാർട്ടിക്കും സർക്കാരിനും ഒരു ക്ലീൻ ഇമേജ് കിട്ടി. അത് ജനങ്ങൾ അംഗീകരിച്ചു. സർക്കാരാണ് ശരിയെന്ന് ചേലക്കരയിലെ ജനങ്ങൾ ശരിവെച്ചു. വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് ഈ പറയുന്നത് പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർഭരണം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഒരു വിധി ചേലക്കരയിൽ നിന്ന് അതിനൊരു തുടക്കം ജനങ്ങൾ കുറിച്ചു എന്ന് തന്നെ വേണം പറയാൻ. എന്തൊക്കെ മേളമായിരുന്നു. DMK സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്തുന്നു. DMK എന്ന് പറയുന്ന പേര് പോലും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് DMKയുടെ കേരള ഘടകം രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെ പ്രഹസനമാണ് ഈ ചങ്ങാതി കാണിച്ചു കൂട്ടിയത്. നമ്മുടെ പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് ഓർക്കുന്നില്ലേ, മിൻഹാജ്. പാലക്കാട് സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, റോഡ് ഷോ നടത്തുന്നു, ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഇറക്കുന്നു. അതിനുശേഷം എല്ലാം പൊളിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു എന്ന് പറയുന്നു. എല്ലാം പ്രതിപക്ഷത്തിനെ ഈ ഭരണപക്ഷത്ത് എത്തിക്കാൻ വേണ്ടി നടത്തിയ നാടകമാണെന്ന് ഒട്ടും തോന്നുന്നില്ല കേട്ടോ അൻവർക്ക. കുഴിമന്തിക്കഥ തുടങ്ങി എന്തൊക്കെ രീതിയിലുള്ള കോമാളിത്തരമാണ് ഈ പഹയം പറഞ്ഞു കൂട്ടിയത്. 2031 BJP കേരളം പിടിക്കും എന്നൊക്കെയാണ് ഈ നിലമ്പൂർ നമ്മുടെ അംബർഖാന്റെ കണ്ടുപിടുത്തമൊക്കെ ആയിരുന്നത്. പാലക്കാട് ഈ പറയുന്നത് പോലെ BJP പിടിക്കും എന്നൊക്കെയാണ് അംബർഖ കൊട്ടി ആഘോഷിച്ച് നടന്നിരുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അൻവർ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞു. അൻവർ ഞാൻ ഈ പറയുന്നത് പോലെ ഒരു കാര്യം കാണിച്ചു തരാം, ഈ സർക്കാരിനെ ഇപ്പൊ താഴ്ത്തിറക്കി കാണിച്ചു തരാം, ചേലക്കരയിലൂടെ അത് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇറങ്ങിയത്. എന്നിട്ട് ഇപ്പൊ ചേലക്കര കാണിച്ചു കൊടുത്തു, ഇനി ചെലക്കണ്ട എന്ന്. PV അൻവറിനെ പോലെ ഒരു നിലപാടില്ലാത്ത, തരത്തിനനുസരിച്ച് മാറുന്ന ഒരു നേതാവിനെ ഒരു പക്ഷേ ഒരു സ്വതന്ത്ര ഇടത് സ്വതന്ത്ര MLA നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല. ഒരു ഘട്ടത്തിൽ KT ജലീലും കൂടെ വരും എന്ന പ്രതീതി സൃഷ്ടിക്കാനൊക്കെ ശ്രമം നടത്തി. അവസാനം KT ജലീൽ കർണമടിച്ചു പോക്കുന്ന മറുപടിയാണ് PV അൻവറിന് കൊടുത്തത്. എന്തായാലും സ്വയം ഞാനൊരു കോമാളിയാണ് എന്ന് PV അൻവർ കാണിച്ചു തന്നിരിക്കുന്നു. സ്വയം ഞാൻ ഒരു അവസരവാദിയാണെന്ന് PV അൻവർ കാണിച്ചിരിക്കുന്നു. PV അൻവറിന് ജനങ്ങൾ ഒരു വിലയിട്ടിരിക്കുന്നു. അത് ചേലക്കരയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അൻവറിന് നന്നായിട്ട് മനസ്സിലായിട്ടുമുണ്ട്. നാളെ മുതൽ അൻവറിന്റെ ശബ്ദം ആര് കേൾക്കാൻ? നാളെ മുതൽ അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന്റെ ശബ്ദത്തിന് എന്ത് വോയിസ് ആണുള്ളത്? PV അൻവർ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു അപഹാസ്യ കഥാപാത്രമായി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. PV അൻവറിനെ പോലുള്ള ഈ നേതാവിന് ഇനി നിലമ്പൂരിലെ ജനങ്ങൾ എന്താണ് മറുപടി നൽകാൻ പോകുന്നതെന്ന് കൂടി അൻവറിന് നന്നായി തന്നെ ഈ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ മനസ്സിലായി കാണും. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അൻവർ നിലമ്പൂരിൽ തകർന്നടിയും എന്ന് അൻവറിന് തന്നെ നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് മാളത്തിനകത്ത് തന്നെ കയറിയിരിക്കാനാണ് സാധ്യത. പ്രതിപക്ഷം ഇപ്പൊ എടുത്ത് ഒക്കത്ത് വെക്കും എന്നൊക്കെ ആണ് ഓർത്തിരുന്നത്. അവർക്കും ഇപ്പോൾ വേണ്ടെന്നാണ് നമുക്കിപ്പോൾ പല കോണുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ നമ്മുടെ അംബർക്ക പെട്ടു നിൽക്കുകയാണ്.
പഴയതുപോലെ എന്തെങ്കിലുമൊക്കെ വാവ് പോയ കോടാലി പോലെ അങ്ങ് തുള്ളാമെന്ന് വിചാരിച്ചാൽ മാധ്യമങ്ങളും പഴയതുപോലെ നോൺ സ്റ്റോപ്പ് ടെലികാസ്റ്റിംഗ് നടത്തുന്നില്ല. എന്തായാലും ചേലക്കരയിൽ നമ്മുടെ അമ്പർക്കാന്റെ കരണം നോക്കി ജനങ്ങൾ ഒന്ന് കൊടുത്തു എന്ന് തന്നെ വേണം പറയാൻ. അണ്ണൻ ഇനി ഈ ഇടക്കാലത്തൊന്നും ചേലക്കരയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.